മുഹറമിനെ കുറിച്ച് പല അന്ധവിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആദ്യത്തെ ഒരു 10 ദിവസം ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല, നല്ല ഉദ്യമങ്ങൾ തുടങ്ങാൻ പറ്റില്ല, പുതിയ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, നല്ലൊരു ദീർഘയാത്ര നടത്താൻ പറ്റില്ല. അങ്ങനെ മുഹറമിൻ്റെ 10 ദിവസങ്ങൾ ദുശഗുണമായി ചില ആളുകളെങ്കിലും പറയാറുണ്ട്. ദുശഗുണം ഇസ്ലാമിലില്ല. അത്തിയറത്തു ഷിർക്കുൻ, ദുശഗുണം നോക്കൽ ഷിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തരത്തിലുള്ള ദുശഗുണവും ഇസ്ലാമിലില്ല. ഒരു ദിവസത്തിനെ അപേക്ഷിച്ച് മറ്റൊരു ദിവസത്തിന് എന്തെങ്കിലും ശ്രേഷ്ഠത ഉള്ളതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാതെ ഒരു ശ്രേഷ്ഠതയും ഇല്ല. ദിവസങ്ങളിൽ വെള്ളിയാഴ്ചക്ക് ചില പ്രത്യേകത ഉണ്ട്. അങ്ങനെ ചില പ്രത്യേകതകൾ ഒഴിച്ചു നിർത്തിയാൽ ചൊവ്വാഴ്ച ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്തത്, ബുധനാഴ്ച ഒന്നും ചെയ്യാൻ പറ്റാത്തത്, വ്യാഴാഴ്ച എല്ലാം ചെയ്യാൻ പറ്റുന്നത്, ശനിയാഴ്ച വസ്ത്രം വാങ്ങാൻ പറ്റാത്ത ദിവസം, ഇങ്ങനെ ഒരു വിശ്വാസവും ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ഇല്ല. അത് പുരോഹിതന്മാരുണ്ടാക്കിയതാണ്. ഇസ്ലാമിക വിശ്വാസത്തിന് പുറത്തു നിന്ന് ഇസ്ലാമിലേക്ക് കടന്നുകൂടിയ ആചാരങ്ങളാണ്. എന്നല്ല, ഇമാം ഷാഫി റഹ്മഹുല്ലയുടെ മദ്ഹബിലെ പ്രധാനപ്പെട്ട പണ്ഡിതൻ ഇബ്നുൽ ഹജറുൽ ഹൈതമി റഹിമഹുല്ല പറയുന്നു, നഹ്സ് എന്നാണ് സാധാരണ പറയാ, ദുശഗുണം. നഹ്സ് നോക്കൽ ജൂതന്മാരുടെ നടപടിയിൽപ്പെട്ടതാണ് എന്നാണ്. അത് ജൂതന്മാരുടെ വിശ്വാസമാണ്, ഇസ്ലാമുമായി യാതൊരു ബന്ധവും അതിനില്ല. നിങ്ങൾ യാത്ര പുറപ്പെടുമ്പോൾ ഒരു കറുത്ത പൂച്ച മുന്നിലൂടെ ഓടിയാൽ പിന്നെ യാത്ര പാടില്ല എന്നൊക്കെ വിശ്വസിക്കുന്നത് ജൂതന്മാരുടെ നടപടിയിൽപ്പെട്ടതാണ്, ഇസ്ലാമുമായി യാതൊരു ബന്ധവും അതിനില്ല.